എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2024 PSC നടത്തിയ 29ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിലെ നമ്മൾ ഇംഗ്ലീഷും മലയാളവും 20 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെയിലി ചർച്ച ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തേൽ മലയാളം ഇല്ല കേട്ടോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ, മലയാളം അതിലില്ല, സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിലേക്ക് നമുക്ക് കടക്കാം. ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പരിചയപ്പെടുത്താലോ. 28 ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ ആണല്ലോ അല്ലേ? 28 ക്വസ്റ്റ്യൻ പേപ്പർ പെർഫെക്റ്റ് ആണ് നിങ്ങൾ അല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ദ വേർഡ് ബാറ്റ് അല്ലെ. ബാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് അടിക്കുന്ന ബാറ്റിനെയും പറയും, പിന്നെ പക്ഷി വിഭാഗത്തിൽ വരുന്നതിനെയും എന്ത് പറയാറുണ്ട്? ബാറ്റ് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പോ വിച്ച് ഈസ് എ ബേർഡ്. പക്ഷെ ഇവിടെ ബാറ്റ് എന്താണ്, ഏത് അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്? പക്ഷി എന്ന വിഭാഗത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ഗെയിംസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. അപ്പൊ അതിനെ നമ്മൾ എന്താണ് പൊതുവായിട്ട് പറയുക? ഏത് വിഭാഗത്തിൽ വരും എന്നാണ് പറയുക അല്ലെ. അപ്പൊ ഇവിടെ ബാറ്റ് എന്നുള്ളത് ക്രിക്കറ്റ് ബാറ്റ് അല്ല. ഏത് ബാറ്റാണ്? ഏത് ബാറ്റാണ്? ബേർഡ് വിഭാഗത്തിൽ വരുന്ന ബാറ്റാണ്. ബാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വവ്വാലിനെയാണ് അല്ലെ ബാറ്റ് എന്ന് പറയുക, വവ്വാല്. അപ്പൊ അത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നാണ് ഇവിടെ അർത്ഥം. ആന്റോണിയം, ഹോമോഫോണ്, ഹോമോണിയം, സിനോണിയം. അപ്പൊ ഇതിൽ ഏത് വരും? ഇവിടെ ആൻസർ ഏത് വരും? ഹോമോണിയം ആണ്. എന്താണ് ഹോമോണിയം? അതായത് ഈ മമ്മൽസ് എന്ന് പറയാറില്ലേ നമ്മൾ, മമ്മൽസ്, ആ വിഭാഗത്തിൽ വരുന്നതാണ് അല്ലെ. അപ്പൊ ഹോമോണിയം. എന്താണ്? ഹോമോണിയം. അപ്പൊ ബാറ്റ് എന്ന് പറയുന്നത് ഇവിടെ ബേർഡ് വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ അതിന് ഈ നോക്കൂ, യൂസ്ഡ് ഇൻ ഗെയിംസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോണിയം. എന്താണ്? ഹോമോണിയം. മമ്മൽസ് വിഭാഗത്തിൽ വരിക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദി aesthetic ഫംഗ്ഷൻ. ഇത് നോക്കുക, aesthetic ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓഫ് ലാംഗ്വേജ്. ഇവിടെ റോസ് ഈസ് എ ഫ്ലവർ ആണോ? ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ആസ് എ റോസ് ആണോ? ഹൗ ബ്യൂട്ടിഫുൾ ദി റോസ് ആണോ? നൺ ഓഫ് ദി എബോ ആണോ? ഏതാണ് ഇവിടെ ഈ അസ്തറ്റിക് ഫംഗ്ഷന്റെ കറക്റ്റ് മീനിങ് എന്താണ്? ഈ അസ്തറ്റിക് ഫംഗ്ഷൻ എന്താണ് ഇവിടെ പറയാ? ആൻസർ ബി ആണ്. 82 ബി ആണ് കേട്ടോ. ഷീ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് എ റോസ് അല്ലെ. അവൾ എന്താണ്? സൗന്ദര്യാത്മക അല്ലെ, റോസിനെ പോലെ അല്ലെ, റോസിനെ പോലെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ സൗന്ദര്യാത്മകത്തെ ഒരു കുറിക്കാനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസ്തറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഷീ ഈസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് എ റോസ്. അവള് ഭയങ്കര സുന്ദരിയാണ്. ആസ് എ റോസ് അല്ലെ, റോസിനെ പോലെ. അപ്പൊ ആസ്തറ്റിക് ഫംഗ്ഷൻ അല്ലെ, സൗന്ദര്യാത്മകത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഫേഴ്സ് ടു ഇന്റൻസീവ് റീഡിംഗ്. എന്താണ് ഇന്റൻസീവ് റീഡിംഗ് പറയുന്നത്? ഇപ്പൊ നമ്മൾ ഒരാളെ ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടോ, ഓ അവളെ നമ്മളങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യണ്ട അല്ലെ, അവള് ഭയങ്കര വായനയിലാണ് ഇത് നമ്മൾ പറയാറുണ്ട് അല്ലെ, ഡോണ്ട് ഡിസ്റ്റർബ് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മള് ഈ ഇന്റൻസീവ് റീഡിംഗ് എന്ന് പറയുമ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏത് വരും? അപ്പൊ നമുക്ക് എന്തറിയണം? ഈ ഇന്റൻസീവ് റീഡിങ്ങിന്റെ മലയാളം അറിയണം അല്ലെ. മലയാളം മീനിങ് അറിഞ്ഞാലാണ് ഇതിൽ താഴെ തന്നിരിക്കുന്നത് ഏത് എന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇന്റൻസീവ് റീഡിങ്ങിന്റെ മലയാളം അർത്ഥം എന്താണ്? തീവ്രമായ വായന എന്നാണ്. എന്താണ്? തീവ്രമായിട്ടുള്ള വായന അല്ലെ. നമുക്കറിയാം, നമ്മൾ ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അടുത്തുകൂടെ ഒരു വ്യക്തി പോയാലും പോലും നമുക്ക് മനസ്സിലാകില്ല, അവർ പോയോ പാസ് ചെയ്തോന്നും പോലും മനസ്സിലാകില്ല അല്ലെ. ചിലപ്പോൾ ഒരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് കടന്നു വന്നാൽ പോലും നമുക്കറിയില്ല. കാരണം നമ്മൾ ആ ബുക്കിൽ അത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ അതിനെ ആക്കുന്ന ആ ടൈം ആയിരിക്കില്ല, ആ തീവ്രമായിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളൊന്നും നമുക്ക് മനസ്സിലാകില്ല അല്ലെ. അപ്പൊ അവിടെ തീവ്രമായ വായന എന്ന അർത്ഥത്തിൽ 4 ഓപ്ഷനിൽ നിന്ന് ഏതെടുക്കാം? ഡി എടുക്കാം കേട്ടോ. ആൻസർ ഇവിടെ വരും ഡി ആണ് കേട്ടോ. റീഡിംഗ് ഷോർട്ടർ ടെക്സ്റ്റ് അല്ലെ, റീഡിംഗ് ഷോർട്ടർ ടെക്സ്റ്റ് ടു ഫൈൻഡ് ഔട്ട് സ്പെസിഫിക് ഇൻഫർമേഷൻ അല്ലെ. കാരണം നമ്മൾ ആ ബുക്ക് വായിച്ചിട്ട് ആ ബുക്കിനെ അങ്ങനെ ഗ്രാസ്പ് ആക്കണോ? അല്ല അല്ലെ. അതിനെ ഷോർട്ടാക്കിയിട്ട് നമുക്ക് അതിൽ നിന്നും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫൈൻഡ് ഔട്ട്, എന്നിട്ട് അതിൽ നിന്നും സ്പെസിഫിക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ് അല്ലെ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡോണ്ട് സ്മോക്ക് ഇൻ ദ ഫോറസ്റ്റ് അല്ലെ. ഡോണ്ട് സ്മോക്ക് ഇൻ ദ ഫോറസ്റ്റ്. ഫയർസ് ഡാഷ് ഈസിലി അറ്റ് ദിസ് ടൈം ഓഫ് ദ ഇയർ. ഇവിടെ ഏതാണ് ഫ്രേസൽ വെർബ് വരിക?
ഫ്രേസൽ വെർബ് ഏത് വരും? അല്ലെ, പൊട്ടിപ്പുറപ്പെടുക അല്ലെ, പൊട്ടിപ്പുറപ്പെടുക എന്ന അർത്ഥത്തിൽ ഏത് വരും? ബ്രേക്ക് ഔട്ട് അല്ലെ, ബ്രേക്ക് ഔട്ട് ആണ്, പൊട്ടിപ്പുറപ്പെടുക. Don't smoke in the forest. Fires break out easily at this time of the year. അടുത്തത്, the boy along with his friends dash gone. ഇവിടെ എന്താണ് റൂൾ? ഇവിടെ എന്താ വരിക? എലോങ് വിത്ത് അല്ലെ, എലോങ് വിത്ത് എന്ന് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ, ഇങ്ങനെ കുറേ സെന്റൻസുകൾ ഉണ്ട് കേട്ടോ, കുറേ വാക്കുകളുണ്ട്. എലോങ് വിത്ത് അല്ലെ, എലോങ് വിത്ത് എന്ന് തന്നിരിക്കുന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിനായിരിക്കണം പ്രാധാന്യം. അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ദ ബോയ് ഒരു വ്യക്തിയെ ഉള്ളൂ, പക്ഷെ ഹിസ് ഫ്രണ്ട്സ് അല്ലെ, ഫ്രണ്ട്സ് ആണ്, ഒരുപാട് കൂട്ടുകാരുണ്ട്. ഇവിടെ പ്ലൂറലും ഇവിടെ സിംഗുലറുമാണ്. അപ്പൊ നമ്മള് എലോങ് വിത്ത് ആകുമ്പോൾ ഫസ്റ്റ് സെന്റൻസിനായിരിക്കണം അല്ലെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. താഴെ തന്നിരിക്കുന്നതിൽ സിംഗുലർ ഫോമുള്ള ഓക്സിലറി വെർബ് ഏതാണ്? ഹാവ് നമുക്കറിയാം പ്ലൂറൽ ആണ്, ആറ് പ്ലൂറൽ ആണ്, വേറെ പ്ലൂറൽ ആണ്. അപ്പൊ സിംഗുലർ ഫോം ഉള്ളത് ഏതേ ഉള്ളൂ? ഹാസേ ഉള്ളൂ അല്ലെ. അപ്പൊ 85 ഏത് വരും? 85 ഏത് വരും? ബി വരും അല്ലെ, ഹാസ്. അപ്പൊ സിംഗുലർ ഫോം 6. അപ്പൊ ആറിന്റെ സിംഗുലർ ഫോം ഏതാണ്? ഈസ് ആണ് അല്ലെ. ബേറിന്റെ സിംഗുലർ ഫോം ഏതാണ്? വാസ് ആണ് അല്ലെ. ഹാവിന്റെ സിംഗുലർ ഫോം ഏതാണ്? ഹാസ് ആണ്. മനസ്സിലായല്ലോ. അപ്പൊ ദ ബോയ് along with his friends has gone. അടുത്ത നോക്കൂ, യു ഡാഷ് റിപ്പോർട്ട് യുവർ ഡ്യൂട്ടി ടുമോറോ മോർണിംഗ്. യു അല്ലെ, നീ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം അല്ലെ, ഡ്യൂട്ടി. അപ്പോ ടുമോറോ, നാളെ മോർണിംഗിൽ തന്നെ ഡ്യൂട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണം അല്ലെ. അത് എന്തായിരിക്കണം? ഒരു റിക്വസ്റ്റ് വുഡ് ആണോ, യൂസ്ഡ് ടു ആണോ, ഡെയർ ആണോ, മസ്റ്റ് ആണോ? വായിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, അത് ഒരു നിർബന്ധം പറയുന്ന വാക്കാണ് അല്ലെ. യു മസ്റ്റ് ആണ് അല്ലെ, യു മസ്റ്റ് റിപ്പോർട്ട് ഫോർ, നാളെ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോ എന്ത് വരും? മസ്റ്റ് വരും. യു മസ്റ്റ് റിപ്പോർട്ട് ഫോർ ഡ്യൂട്ടി ടുമോറോ മോർണിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 87ാമത്തെ നോക്കാം. ഷീ വാസ് ബോൺ ഡാഷ് നവംബർ 1952. അപ്പൊ ഇവിടെ ഏത് പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക? മന്ത് പ്ലസ് ഇയർ ഈ ഫോമിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ എന്ന പ്രിപ്പോസിഷൻ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഷീ വാസ് ബോൺ ഇൻ നവംബർ 1952. മനസ്സിലാക്കിക്കോട്ടെ. ഷീ വാസ് ബോൺ ഇൻ നവംബർ 1952. മന്ത് പ്ലസ് ഇയർ അല്ലെ, മന്ത് പ്ലസ് ഇയർ വരുമ്പോ ഏതാണ്? ഇൻ കേട്ടോ. ഷീ വാസ് ബോൺ ഇൻ നവംബർ 1952. I don't like him. അടുത്ത ക്വസ്റ്റ്യൻ, I don't like him അല്ലെ, എനിക്ക് അവനെ ഇഷ്ടമല്ല. ഡാഷ് into my affairs. നോക്കൂ, ഡാഷ് into my affairs എന്താണ് ഇവിടെ മീനിങ് പറയുന്നത്? എനിക്ക് അവനെ ഇഷ്ടമല്ല, പക്ഷെ എന്നിട്ടും എന്താണ്? എന്റെ കാര്യങ്ങൾ വീണ്ടും ഇടപെടുകയാണ് അല്ലെ, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ കൈകടത്തുകയാണ്, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് എന്ന അർത്ഥത്തിൽ വരുന്ന മീനിങ് ഇവിടെ ഏതാണ്? ഇന്റർഫിയറിംഗ് ആണ്. എന്താണ് ഇന്റർഫിയറിംഗ്? കൈകടത്തുക അല്ലെ. നമ്മൾ പറയാറുണ്ട് അല്ലെ, എന്തിനാ അവൻ എന്റെ കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കുന്നത്, എന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ അവൻ ആരാണ്? നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട് അല്ലെ. പക്ഷെ എനിക്ക് അവന് ഇഷ്ടമല്ല, എന്നിട്ടും എന്തിനാണ് വീണ്ടും എന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? മനസ്സിലായോ? അപ്പൊ ഏതാണ് അർത്ഥം? ഇന്റർഫിയറിംഗ് അല്ലെ, കൈകടത്തുക അല്ലെ, കൈകടത്തുക. ഇന്റർഫിയറിംഗ് ആണ് അല്ലെ, ഇന്റർഫിയറിംഗ്. അപ്പൊ നമ്മൾ ഒരാളുടെ കാര്യത്തിലും എന്ത് ഇടപെടാൻ പാടില്ല അല്ലെ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ വിഷയങ്ങൾ നമ്മൾ ഒരിക്കലും കൈകെട്ടാൻ പാടില്ല. ആ മീനിങ്ങിൽ വരുന്നതാണ് ഇവിടെ ഇന്റർഫിയറിംഗ്. പിന്നെ ഇവിടെ ഒരു പാസേജ് വന്നിട്ട്, നമ്മളിപ്പോ ഈ പാസേജ് ഒന്നുമല്ല ഞാനിവിടെ, നമുക്ക് ഇതിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ സിനോണിയംസ് അന്റോണിയംസ്, നമുക്ക് സിനോണിയംസ് മീനിങ് തന്നിട്ടുണ്ട്, അത് നമുക്ക് പഠിച്ചേ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ നോക്കൂ, ഫൈൻഡ് ഔട്ട് ദി വേർഡ് യൂസ്ഡ് ഇൻ ദ എബോവ് പാസേജ് വിച്ച് ഈസ് സിമിലർ ഇൻ മീനിങ് ടു. ഇതാ ഈ മേക്ക് യൂസ് ഓഫ് അല്ലെങ്കിൽ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫിന്റെ മീനിങ് എന്താണ് എന്നാണ് അർത്ഥം. നമുക്ക് ചോദിക്കാലോ, ഇങ്ങനെ ഒരു മേക്ക് യൂസ് ഓഫിന്റെ മീനിങ് ചോദിച്ചാൽ നമുക്ക് എഴുതണം, സിനോണിം വന്നാൽ എഴുതണം. അപ്പോ മേക്ക് യൂസ് ഓഫ് അല്ലെങ്കിൽ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ്, ഇതിന്റെ മീനിങ് എന്താ മക്കളെ? അതായത് പ്രയോജനപ്പെടുത്തുക എന്ന അർത്ഥത്തില്. പ്രയോജനപ്പെടുത്തുക ഏത് വരും?
കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ? എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഇവിടെ അർത്ഥം വരുന്നത് കേട്ടോ. 89ാമത്തെ ഡി ആണ്. മേക്ക് യൂസ് ഓഫ് അല്ലെങ്കിൽ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എന്നതിന്റെ മീനിങ് എന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ. എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ? അടുത്തത് ദ മീനിങ് ഓഫ് ദി വേർഡ് ഇമാൻസിപ്പേറ്റഡിന്റെ പാസ്റ്റ് മീനിങ്. ഇവിടെ ഏത് വരും? ഇമാൻസിപ്പേറ്റഡ്. അതിന്റെ മീനിങ് എന്താ? താഴെ തന്നിട്ടുള്ളതില് ഇമാൻസിപ്പേറ്റഡ്. ഇത് നമുക്ക് ഓൾറെഡി ചോദിച്ച പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമാൻസിപ്പേറ്റഡ് അതായത് മോചനം നേടുക, സ്വാതന്ത്ര്യം നൽകുക അല്ലെ. ഒരു ഇതിൽ നിന്ന് നമ്മൾ ഈശ്വരാ ഒന്ന് മോചനം നേടി ഇതിൽ നിന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുക അല്ലെ എന്ന അർത്ഥത്തിൽ വരുന്നത് ഏതാണ് ഇവിടെ? എ ആണ്. ലിബറേറ്റഡ് അല്ലേ, ലിബറേറ്റഡ് സ്വാതന്ത്ര്യം അല്ലേ, ലിബറേഷൻ അല്ലേ, ലിബറേറ്റഡ് സ്വാതന്ത്ര്യം നൽകുക അല്ലെങ്കിൽ മോചനം നേടുക എന്ന അർത്ഥത്തിൽ വരുന്നത് ലിബറേറ്റഡ് ആണ്. അപ്പൊ ഇമാൻസിപ്പേറ്റഡിന്റെ മീനിങ് എന്താണ്? ലിബറേറ്റഡ്. ലിബറേറ്റഡ് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അതായത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഫോറിൻ വേർഡ്സ് നോക്കിയോ കേട്ടോ. 4-5 പ്രീവിയസ് ആയിട്ടുള്ള വന്നു പഠിച്ചോ. ഒന്നാമത്തെ പഠിക്കണേ, ബൊണാഫൈഡിന്റെ ബൊണാഫൈഡിന്റെ മീനിങ് എന്താ? ബൊണാഫൈഡ് ഇത് ഫോറിൻ വേർഡ് ആണ്. ബൊണാഫൈഡ് അതിന്റെ മീനിങ് എന്താ? മീനിങ് പ്രീവിയസ് ആണ് കേട്ടോ. പ്രീവിയസ് ആണേ, ജെന്യൂൻ ആണേ, ജെന്യൂൻ. ഓക്കെ, ബൊണാഫൈഡിന്റെ മീനിങ് എന്താണ്? ജെന്യൂൻ. മാഗ്നം ഒപ്പസ്. മാഗ്നം ഒപ്പസ് ഫോറിൻ വേർഡ് ആണ്. അതിന്റെ അർത്ഥം എന്താ? മാഗ്നം ഒപ്പസ് ഗ്രേറ്റ് വർക്ക് കേട്ടോ. ഗ്രേറ്റ് വർക്കിനെയാണ് മാഗ്നം ഒപ്പസ് എന്ന് പറയുന്നത്. അടുത്തത് വിവാവോസ്. വിവാവോസ് ഇതിന്റെ മീനിങ് എന്താ? വിവാവോസിന്റെ ഓറലി ആണ് കേട്ടോ. ഓറലി. 4 വൈസ് വേഴ്സ. വൈസ് വേഴ്സയുടെ മീനിങ് എന്താ? വൈസ് വേഴ്സ റിവേഴ്സ്ഡ് കേട്ടോ. റിവേഴ്സ്ഡ് ആണ് വൈസ് വേഴ്സ. വിസ് എ വിസ് എന്താ? വിസ് എ വിസ്. ഫേസ് ടു ഫേസ്. ഫേസ് ടു ഫേസ്. ലിംഗ്വ ഫ്രാൻക. ലിംഗ്വ ഫ്രാൻക എന്താണ് ഇതിന്റെ മീനിങ്? ഞാൻ സ്പെല്ലിംഗ് എന്തെങ്കിലും ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൂട്ടർ താഴെ എന്താണ് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം ഫോറിൻ വേർഡ് ആയതുകൊണ്ട് നമുക്ക് ചെറിയ മിസ്റ്റേക്ക് വരാം. ലിംഗ്വ ഫ്രാങ്ക മീനിങ് കോമൺ ലാംഗ്വേജ്. കോമൺ നമ്മൾ എങ്ങനെയാ അതിനെ യൂസ് ചെയ്യാ? മലയാളം കോമൺ ലാംഗ്വേജ് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതൊരു കോമൺ ലാംഗ്വേജ് ആണ് പറയും. പക്ഷെ അതിന് ഫോറിൻ വേർഡിൽ ഏതാണ്? ലിംഗ്വ ഫ്രാങ്ക എന്നാണ് പറയുക. ബെല്ലാഡോണ മുഴുവൻ പ്രീവിയസ് ആണ് കേട്ടോ. ബെല്ലാഡോണ ഇത് കൂട്ടി വായിക്കണം കേട്ടോ. ബെല്ലാഡോണ എന്താണ്? ബെല്ലാഡോണ പ്രെറ്റി വുമൺ. പ്രെറ്റി വുമൺ. പ്രെറ്റി വുമൺ. ബെല്ലാഡോണ പ്രെറ്റി വുമൺ. അതുപോലെ ഈ ബ്രിട്ടീഷുകാര് നമ്മുടെ ബ്രിട്ടീഷ് വേർഡില് ഈ കർട്ടൈൻസ് ഉണ്ടല്ലോ, കർട്ടൈൻസ് അതില് ഈ കർട്ടൈൻസ് എന്ന് ബ്രിട്ടീഷുകാരുടെ വേർഡാണ്. പക്ഷെ ഇതിന് അമേരിക്കക്കാര് എന്താ പറയാ? കർട്ടൈൻസിന് അമേരിക്കൻ യൂസ് ചെയ്യുന്ന വേർഡ് ഡ്രൈപ്സ് ആണ് കേട്ടോ. ഡ്രൈപ്സ്. ഗ്രേപ്സ് അല്ലേ, ഡ്രൈപ്സ് ആണ് കേട്ടോ. ഡ്രൈപ്സ് ആണ്. ഡ്രൈപ്സ് ഓക്കെ ആണല്ലോ. ഒരു എത്ര പഠിച്ചു? ഒരു 8 പഠിച്ചു. നമ്മൾ 8 പ്രീവിയസ് ആയിട്ടുള്ള ഫോറിൻ വേർഡ് പഠിച്ചു. ബൊണാഫൈഡ്, ജെന്യൂൻ അല്ലെ. ബൊണാഫൈഡ് അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്ത് എന്നൊക്കെ പറയും അല്ലെ. ബൊണാഫൈഡ്, ജെന്യൂൻ അല്ലെങ്കിൽ ബൊണാഫൈഡ് അല്ലെ, ഗുഡ് ഫെയ്ത്ത്. മലാഫൈഡ് ആണ് ബാഡ് ഫെയ്ത്ത് അല്ലെ. മലാഫൈഡ് നമ്മൾ എന്ത് പറയും? മലാഫൈഡ്, ബാഡ് ഫെയ്ത്ത്. അപ്പൊ ബൊണാഫൈഡ് ജെന്യൂൻ, മാഗ്നം ഒപ്പോസ് ഗ്രേറ്റ് വർക്ക്, വിവാവോസ് ഓറലി, വൈസ് വേഴ്സ റിവേഴ്സ്ഡ്,
വൈസ് വേഴ്സ റിവേഴ്സ്ഡ്, വിസേവിസ് ഫേസ് ടു ഫേസ്, ലിംഗ ഫ്രാങ്ക കോമൺ ലാംഗ്വേജ്, ബെല്ലഡോണ പ്രെറ്റി വുമൺ, കർട്ടൈൻസ് ഡ്രൈവ്സ്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ ഇന്നൊരു 8 നമ്മൾ ഫോറിൻ വേർഡ്സ് പഠിച്ചു. അങ്ങനെ നമുക്ക് കുറച്ച് പഠിച്ചു മാറ്റാം കേട്ടോ. കുറച്ച് തിരക്കൾക്കിടയിൽ പെട്ടത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതലായിട്ട് അങ്ങോട്ട് ഇടയിൽ കൂടി ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങളെ പഠനമൊക്കെ എന്തായി? എല്ലാം ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലെ? എല്ലാം പഠിച്ചിട്ടുണ്ടാകും. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. താഴെ കൂട്ടുകാർ ചെയ്യുന്ന ഓരോ കമന്റിനും എല്ലാ കൂട്ടുകാർക്കും കേട്ടോ, എല്ലാവരുടെയും പേരുകൾ ഞാൻ എന്നും നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എന്താ ചെയ്യാ, നന്നായിട്ട് ഓരോ കമന്റ് ഇട്ടിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം, നിങ്ങളുടെ ഒരു കമന്റ് തന്നെയാണ്. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം മക്കളെ. എനിക്ക് ദിവസമായി കേട്ടോ. എക്സാമിനുള്ള ദൂരങ്ങള് കുറഞ്ഞു വരികയാണ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.